ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായും സേഫായും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പോസിറ്റീവ് മൈൻഡിലിരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. എന്ന് നോക്കാൻ പോണത്, നിങ്ങളുമായി സെപ്പറേഷനിലിരിക്കുന്ന പേഴ്സണ് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമുണ്ടോ? അവർ നിങ്ങളുമായി ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുമായി സെപ്പറേഷനിലിരിക്കുന്ന പേഴ്സണ് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമുണ്ടോ? അവർ നിങ്ങളുമായി ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓവറോൾ എനർജി വന്നിട്ടുള്ളത് ഒരു 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായ ഒരു നല്ല കുടുംബജീവിതമാണ്. ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ടുപേരും. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു പേജ് ഓഫ് വാൺസിൻ്റെ എനർജി. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് വാൺസ് വന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് പേജ് ഓഫ് വാൺസ് 10 ഓഫ് പെൻറ്റിക്കിൾ തന്നെയാണ് വന്നത്? ആദ്യം തന്നെ വന്ന പേജ് ഓഫ് വാൺസും 10 ഓഫ് പെൻറ്റിക്കിളുമാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരാനൊരു ചാൻസ് ഉണ്ടോ എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷന് വേണ്ടിയിട്ട്, അപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവർക്ക് ഒറ്റക്ക് പോരേടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ കൂടെയുള്ള ആളുകൾ അവരോട് ഒരുപാട് സ്നേഹത്തോടെ നിൽക്കുന്നുണ്ടാവും. അവരോടെല്ലാം ഇപ്പോൾ ഒറ്റക്ക് നിന്ന് പോയി. അപ്പോൾ അവർ ഉള്ളിൽ ഒന്ന് വെച്ച് പുറമെ ഒന്ന് കളിക്കുന്ന ആളുകളാണെന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ അവരോടൊക്കെ ഒറ്റക്ക് പോരേടേണ്ട ഒരു അവസ്ഥ വന്നതായിട്ടാണ് റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായി നല്ല ഒരു സന്തോഷമുള്ളൊരു കുടുംബജീവിതമാണ്. അപ്പോൾ അവർ ഒരു ഫാമിലി ആയിട്ട് ചെയ്യുക, ഫാമിലിക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു സാമ്പത്തികമായ ഒരു നല്ലൊരു ജീവിതം, ഒരു പൂർത്തീകരണം, ഫുൾഫിൽമെൻ്റാണ് അവരാഗ്രഹിക്കുന്നത്. എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈം ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ നിൽക്കുന്ന കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇപ്പോൾ പേരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എവിടെ നിൽക്കുന്ന വെച്ചാൽ അവിടെ ഒരു ഉത്തരവാദിത്തോടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കുറച്ച് സാമ്പത്തിക അഭിവൃദ്ധി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി തന്നെയെങ്കിലും എല്ലാത്തിനും ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. എല്ലാത്തിലേക്കൊരു ശ്രദ്ധ വേണം. അപ്പോൾ തുടക്കത്തിൽ ഉള്ള ഈ ശ്രദ്ധ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തെങ്കിലേ എല്ലാ കാര്യത്തിലും ഒരു നല്ല സക്സസ് ഉണ്ടാവുകയുള്ളൂ. അടുത്ത് വന്നിട്ടുള്ള ഒരു 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 9 ഓഫ് കപ്പ് വന്നത് നോക്കാം. ഒരു ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. 9 ഓഫ് കപ്പും ഒരു ലവേഴ്സ് കാർഡും. ഒരു 9 ഓഫ് കപ്പ് ലവേഴ്സ് കാർഡാണ്. അപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പണത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്ന അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, പണം തന്നെയല്ല വേറെ എന്തെങ്കിലും ആഗ്രഹിച്ച് പോയ ആളുകളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് അവർ ചിന്തിക്കുന്നു. ഇപ്പം അങ്ങനെ പോയത് കൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യവും നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ഇപ്പം ആ പേഴ്സണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഫാമിലിപരമായ പ്രശ്നങ്ങൾ, ചില ആളുകൾക്ക് കോടതിപരമായ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബിസിനസ്സൊക്കെ നടത്തി ഒരുപാട് കടങ്ങളോ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലമോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല, അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും, ജോലിയായാലും എല്ലാ കാര്യങ്ങളും, എന്തിനു വേണ്ടിയാണ് എഫേർട്ട് എടുക്കുന്നത്, റിലേഷൻഷിപ്പിന് വേണ്ടിയാണ്, അതിനാണെങ്കിൽ അതും എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ലവേഴ്സ് കാർഡിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തിലായിരുന്നെന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ഇടയിലേക്ക് ഒരു തേർഡ് പാർട്ടി കടന്നു വന്നു. ആ തേർഡ് പാർട്ടിയുടെ ഉപദേശം ചിലപ്പോൾ പേരൻസ് ആകാം, സുഹൃത്തുക്കളാകാം, അവരുടെ ഉപദേശം കേട്ടുകൊണ്ടാണ് പ്രണയത്തിലൊരു വിള്ളൽ വീണതെന്നാണ് കാണുന്നത്.
അപ്പം എന്ത് തന്നെയാണെങ്കിലും ഒരു ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് ഒരു വിവാഹത്തിലേക്കൊക്കെ കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് കുറേ കാലം കൊണ്ടുള്ള പ്രണയമാണെങ്കിൽ ഒരു ഫാമിലിയുടെ അനുഗ്രഹത്തോടു കൂടിയൊക്കെ ഒരു വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് പുതിയൊരു പ്രണയം ഉണ്ടാകും, സോൾമേറ്റ് കണക്ഷനെ പുതിയൊരു പ്രണയം ഉണ്ടാകുന്നതും ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, അങ്ങനെയൊക്കെ അങ്ങനെ പുതിയ പ്രണയം ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അടുത്ത് വന്നത് ഒരു 7 of Swords എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു 7 of Swords വന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 7 of Swords, Ace of Cups, 7 of Swords, Ace of Cups, 8 of Swords, Ace of Cups ആണ്. 8 of Swords എനർജിയിൽ ഇപ്പോഴാണ് അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഇത്രയും നാൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവർ പല കാര്യങ്ങളിലും ഏർപ്പെട്ട് ആ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. എപ്പോഴും വിട്ടു പോയില്ല എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിട്ടു പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളുടെ നന്മ മനസ്സിലാക്കുന്നതും. ഇപ്പോൾ അവർ നിങ്ങളൊന്ന് വിളിക്കാനോ സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു വിളി പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്ലോക്കൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുമായി ഒരു കോണ്ടാക്റ്റൊക്കെ അവർ പ്രതീക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്ന അവർക്ക് നിങ്ങളുമായുള്ള സ്നേഹം നിലനിർത്തി കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം ഉള്ള വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം പിന്തുടർന്ന് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ജെന്യുവൻ പേഴ്സണാണ് നിങ്ങളെന്നൊക്കെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു സ്നേഹമാണിപ്പോൾ നിങ്ങളോടുള്ളത്. കപ്പ് നിറഞ്ഞൊഴിഞ്ഞ് ഒഴുകുകയാണ് സ്നേഹം. അടുത്തതൊരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹാങ്ഡ് മാൻ വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹാങ്ഡ് മാൻ വന്നിട്ടുള്ളത്? 4 of Swords. താങ്ക് യു യൂണിവേഴ്സ്. ഒരു 4 of Swords ഹാങ്ഡ് മാനാണ്. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ എന്തൊക്കെയോ കാരണം എന്ന് പറയുന്ന നേരം ഈ പ്രണയം തന്നെയാണ്. ആ കാരണം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലെന്ന് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്ലോ മൂവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. വേറെ ഒന്നിലേക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല എന്ന് കാണുന്നുണ്ട്. ഈ സ്നേഹത്തിൽ തന്നെ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നത്. ഹാങ്ഡ് മാൻ്റെ എനർജിയിൽ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആകെ സ്റ്റക്കായി പോയ അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പലരെയും മനസ്സിലാക്കാനുള്ളൊരു സമയം നിങ്ങൾക്കായി. അപ്പോൾ പലരുടെയും ഓരോ അഭിപ്രായങ്ങളും സംസാരങ്ങളൊക്കെ കേട്ടിട്ടാണ് നിങ്ങൾ ഈ അവസ്ഥയിലെത്തിയത്. അപ്പോൾ ഈ ഒരുപാട് ടെൻഷനും പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത് ഈ ആളുകൾ നിങ്ങളെ ഇട്ട് ഇങ്ങനെ പലതും പറഞ്ഞ് തിരിപ്പിച്ചത് കൊണ്ടാണെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് അവരോട് പെരുമാറാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെയൊക്കെ വിശ്വസിക്കാതിരിക്കുക അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇത്ര നാൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിയിരുന്നില്ല. ഇത്രയും നാൾ നിങ്ങൾ തല കീഴായിട്ടാണ് നിന്നിരുന്നത്. അടുത്ത് വന്നത് ഒരു ജസ്റ്റിസ് കാർഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുള്ളത്? ഏസ് ഓഫ് വാൻഡ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പം ജസ്റ്റിസ് കാർഡിൽ പറയുന്നത് പാസ്റ്റിലെ കാർമികായ കാര്യം. അപ്പോൾ ഈ ലൈഫിലായാലും മുൻജന്മത്തിൽ ആയാലും എന്തോ ഒരു കാർമിക് റിലേഷനിൽ പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ആ കാർമിക് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് പോക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കാണുന്നത്. ഏത് ജന്മത്തിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ. ആ തെറ്റ് തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ എന്തായാലും മാറണം എന്നുള്ളതാണ്. അവ മാറിയില്ലെങ്കിൽ നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഈ വേദനയെ അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ ആ തെറ്റ് അവർ തിരിച്ചറിഞ്ഞ് അവർ ഹീൽ ചെയ്ത് ആ തെറ്റ് തിരിച്ചറിഞ്ഞ് നല്ലത് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്, പുതിയൊരു തുടക്കത്തിലേക്കാണ്. അപ്പോൾ ഇനി അവരുടെ ജീവിതം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരിൽ ഒരുപാട് ആത്മവിശ്വാസം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പൊരുതുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഇനി വരാൻ പോണത് ഈ പൊരുതി നേടിയ വിജയമാണ്. പൊരുതി നേടുന്ന വിജയമാണ് അവരിലേക്ക് വരാനുള്ളത്.
അപ്പം ജീവിതത്തിൽ നടക്കില്ലെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കുന്നതായിട്ടും അതിൽ സന്തോഷിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ഇപ്പോൾ ലാസ്റ്റിൽ വന്നതൊരു വേൾഡ് കാർഡാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വേൾഡ് കാർഡ് വന്നതെന്നൊക്കെ പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വേൾഡ് കാർഡ് വന്നത്? 4 ഓഫ് കപ്പാണ്. 4 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, സാഡ്നെസ്. അവർ ഫാമിലി പിന്നെ മറ്റ് വ്യക്തികളെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് അവർക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് കാണുന്നത്. ആദ്യം കുറച്ച് കർക്കശ സ്വഭാവമുള്ളൊക്കെ ആളായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് സ്നേഹമുള്ള ഒരാളായി മാറി എന്നാണ് കാണുന്നത്. ഒരു വേൾഡ് കാർഡിൽ പറയുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ, സ്വതന്ത്രമാകണമെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരണം. എന്നാലേ ഒരു കംപ്ലീഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിരാശ ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ. അങ്ങനെ ഉള്ളവർക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാണ്ട് ഈ ഒരു കാര്യം മാത്രമല്ല ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു പല കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. കുറേയധികം ആളുകൾക്ക് വിദേശത്തേക്ക് സ്റ്റേറ്റ് വിട്ട ജോലിക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ജോലി മാത്രമല്ല പഠിക്കാൻ പോകുന്ന ആളുകളും കുറേ ഉണ്ടാവും. പുറത്തൊക്കെ പോയിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഫാമിലീൻ്റെ കൂടെ മാറി താമസിക്കുന്നവരുണ്ടാവും. അതൊക്കെ സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങളിലേക്ക് തീരുമാനം എടുക്കുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ ട്രാവൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളുമായി ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ആ പേഴ്സൺ, നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയ പേഴ്സൺ, സ്ത്രീ ആരായാലും, അവർ നിങ്ങളുമായി ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ്. അവർ ഒന്നിച്ച് ചേരാൻ, പേഴ്സണുമായി ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കിങ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയും നൈറ്റ് ഓഫ് കപ്സുമാണ് വന്നത്. 2 കാർഡാണ് വന്നത്. ഒരു കിങ് ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിൽ നൈറ്റ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻറ്റിക്കിളും. അപ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണെന്നാണുള്ളത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രണയമാണ് തോന്നുന്നത്. അപ്പോൾ കൃത്യമായ തീരുമാനം എടുക്കാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് അവർക്കുള്ളത്. ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നാണ് ആ പേഴ്സൺ ചെയ്യുന്നത്. അതിനു വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ അത് തന്നെയാണ് പറയുന്നത്. അവർ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സ്നേഹവുമായിട്ട് അതിശക്തമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്നവർ അവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.